വാർത്തയിലേക്ക് പോകുമ്പോൾ സാങ്കേതിക സർവകലാശാലയിൽ പുതിയ പരീക്ഷാ കൺട്രോളർ അക്കാദമിക് വിഭാഗം ഡീനായിരുന്ന ഡോക്ടർ വിനു തോമസിനെയാണ് താൽക്കാലിക ചുമതല നൽകിയിരിക്കുന്നത്. ഇന്നലെയാണ് പഴയ കൺട്രോളറുടെ കാലാവധി അവസാനിച്ചത്. വിസിയും സർക്കാരും തമ്മിലുള്ള പോരിനെ തുടർന്ന് നിയമനം പ്രതിസന്ധിയിലായിരുന്നു. ഗോപാൽ ശീല സനൽ വിവരങ്ങൾ പങ്കുവയ്ക്കും. ഗോപാൽ, ഈ വാർത്തയുടെ സമഗ്രമായ വിവരം എന്താണ്? അജി, നേരത്തെ തന്നെ ഈ പരീക്ഷാ കൺട്രോളറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം വൈസ് ചാൻസലറും സർക്കാരും തമ്മിൽ നിലനിന്നിരുന്നു. കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇത്തരത്തിൽ വിസി ആദ്യം തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി തർക്കമുണ്ടാവുകയും അദ്ദേഹം ആ യോഗം പിരിച്ചുവിട്ടതായി അറിയിച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. ആ യോഗത്തിലാണ് ഈ പരീക്ഷാ കൺട്രോളറുടെ കാലാവധി നീട്ടി നൽകുന്നതടക്കമുള്ള ചില തീരുമാനങ്ങൾ എടുത്തത്. പിന്നാലെ തന്നെ യോഗം അനധികൃതമാണെന്നും യോഗത്തിലെ തീരുമാനങ്ങൾ റദ്ദാക്കുന്നുവെന്നും കാട്ടി വിസി ഉത്തരവിട്ടു. അതിന് പിന്നാലെയാണ് സ്വന്തം നിലയ്ക്ക് നേരത്തെ ആർക്കാണോ സിൻഡിക്കേറ്റ് ഈ ചുമതല നീട്ടി നൽകാൻ തീരുമാനിച്ചത് ആ വ്യക്തിക്ക് തന്നെ ചുമതല നൽകണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിന് ശുപാർശ നൽകുകയും ആ ശുപാർശ നിയമവിരുദ്ധമാണ് എന്ന് കാട്ടി സർക്കാർ മറുപടി നൽകുകയും ചെയ്തു. അത്തരത്തിലൊരു അനിശ്ചിതാവസ്ഥയിലേക്ക് സാങ്കേതിക സർവകലാശാലയിലെ പരീക്ഷാ പ്രവർത്തനങ്ങൾ പോകുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ താൽക്കാലിക ചുമതല എന്നോണം ഒരു ഉദ്യോഗസ്ഥന് ചുമതല നൽകാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഉത്തരവ് ഇന്ന് സർവകലാശാല പുറത്തിറക്കിയിട്ടുണ്ട്. സർവകലാശാലയിലെ അക്കാദമിക് വിഭാഗം ഡീനായിട്ടുള്ള ഡോക്ടർ വിനു തോമസിനാണ് താൽക്കാലികമായി കൺട്രോളറുടെ ചുമതല നൽകിക്കൊണ്ട് രജിസ്ട്രാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുമ്പോൾ, അതായത് ഒരു വ്യക്തമായ രീതിയിൽ ഒരു ഇത്തരത്തിലാണോ ഒരു കൺട്രോളർക്ക് ചുമതല നൽകേണ്ടത് എന്ന തരത്തിലേക്കുള്ള ഉത്തരവ് ഇറങ്ങും വരെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഡോക്ടർ വിനു തോമസിന് ചുമതല കൈമാറിയിട്ടുള്ളത്. സർവകലാശാലയിലെ 18/2 സെക്ഷൻ വഴിയാണ് ഇത്തരത്തിൽ ഈ ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. നേരത്തെ മുൻ പരീക്ഷാ കൺട്രോളറായിരുന്ന ഡോക്ടർ അനന്തലക്ഷ്മി ഇന്ന് ഇവിടെ നിന്ന് കാലാവധി പൂർത്തിയാക്കി അവർ തങ്ങൾ റിലീവിംഗ് ലെറ്റർ വാങ്ങി ഇവിടെ പോയിരിക്കുകയാണ്. അവർ കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ ഡ്യൂട്ടി ചെയ്തിരുന്ന അവർ ഇനി മുതൽ കോപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷന്റെ ഡയറക്ടർ ഡ്യൂട്ടിയിലേക്കാണ് ഡെപ്യൂട്ടേഷൻ വാങ്ങി പോകുന്നത്. അതിന്റെ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും നാളെ മുതൽ ഉണ്ടാകുമെന്ന് കരുതിയ അനിശ്ചിതാവസ്ഥയ്ക്ക് താൽക്കാലികമായിട്ടെങ്കിലും ഒരു വിരാമമായിരിക്കുന്നു. പരീക്ഷാ കൺട്രോൾ ഇല്ലാതെ എന്ത് ചെയ്യുമെന്ന തരത്തിലേക്ക് വലിയ ആശങ്ക വിദ്യാർത്ഥികൾക്കും ഉണ്ടായിരുന്നു. ശരി, ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.